ഹായ് ഹലോ അസ്സാമലൈക്കും വെൽക്കം ബാക്ക്. അപ്പോൾ ഇന്നത്തെ പുതിയൊരു വീഡിയോയിലോട്ട് എല്ലാവർക്കും സ്വാഗതം. ഇന്നിപ്പോൾ ഒരു കുഞ്ഞു വീഡിയോ ആയിട്ട് തന്നെയാണ് വന്നിട്ടുള്ളത് കേട്ടോ. അപ്പോൾ ആ വീട്ടിലോട്ട് പോകുന്നൊരു ഭാഗമാണ് ഇപ്പോൾ കണ്ടത്. ഞാൻ സ്കൂള് അവധി ഉണ്ടായിരുന്നല്ലോ, ആ സമയത്ത് വീട്ടിലോട്ട് പോയതാണ്. വീഡിയോ ഇടാനും കുറച്ച് വൈകിയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ എൻ്റെ വീട്ടിലത്തെ രാവിലെ മുതൽ വൈകുന്നേരം വരെയുള്ള കുഞ്ഞു കുഞ്ഞു വീഡിയോസുകളൊക്കെ ഇൻക്ലൂഡ് ചെയ്തിട്ടുള്ളതാണ് കേട്ടോ. അപ്പോൾ നിങ്ങൾക്ക് വീഡിയോ എത്രത്തോളം ഇഷ്ടമാവുമെന്നൊന്നും അറിയില്ല. ഇഷ്ടമായി എന്നുണ്ടെങ്കിൽ എന്തായാലും ലൈക്ക് ചെയ്യണം കേട്ടോ. അതുപോലെ സബ്സ്ക്രൈബ് ചെയ്യാത്തവരൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റ് കഴിഞ്ഞ് വെറുതെ പുറത്തോട്ടൊന്ന് ഇറങ്ങി നോക്കുമ്പോൾ നല്ല പഴുത്ത പപ്പായ നിൽക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ അത് പൊട്ടിക്കുകയാണ്. അതുപോലെ തന്നെ അതിൻ്റെ കൂടെ 2 പച്ചപ്പപ്പായം കൂടെ പൊട്ടിച്ചിട്ടുണ്ട്. അത് അച്ചാറിടാൻ വേണ്ടിയിട്ടാണ് കേട്ടോ. നല്ല രസമാണ് നമ്മളെ പപ്പായയുടെ അച്ചാർ കേട്ടോ. അപ്പോൾ ഈ ഒരു ചീര ഉണ്ടല്ലോ, ഇതിന് ഞങ്ങളിവിടെ ഇംഗ്ലീഷ് ചീര എന്നാട്ടോ പറയുക. അപ്പോൾ ചെറിയ കായകളോ അതുപോലെ ഒരു പൊട്ടിൻ്റെ പോലത്തെ ചെറിയ കാണുന്നുണ്ടല്ലോ, അത് ഞങ്ങൾ ചെറുപ്പത്തിൽ ഞങ്ങൾ മുക്കുത്തിയായിട്ട് കളിച്ചിരുന്ന സംഭവം കേട്ടോ. അത് കണ്ടപ്പോൾ ഞാൻ ജസ്റ്റ് ഒന്ന് വീഡിയോ എടുത്തേ ഉള്ളൂ. അപ്പോൾ ഇന്ന് സ്പെഷ്യലായിട്ട് ഉണ്ടാക്കുന്നത് മട്ടൻ ബിരിയാണിയാണ്. അപ്പോൾ ഉമ്മ എന്നിട്ട് ഉണ്ടാക്കുന്നത്. അപ്പോൾ ഉമ്മ ഉണ്ടാക്കുന്ന രീതി നിങ്ങൾക്ക് കൂടെ ഒന്ന് ഞാൻ ഷെയർ ചെയ്യാണ്. അപ്പോൾ ആദ്യം തന്നെ മട്ടൻ നന്നായിട്ട് കഴുകി ക്ലീനാക്കി എടുത്തിട്ടുണ്ട്. അതിൻ്റെ വെള്ളമൊക്കെ നന്നായിട്ട് വാർത്തെടുത്ത ശേഷം കുക്കറിലോട്ട് ഇട്ട് കൊടുക്കുക കേട്ടോ. നന്നായിട്ട് വേവുള്ള കാരണം തന്നെ നമുക്കിതൊരു കുക്കറിലിട്ട് അത്യാവശ്യം ഒന്ന് വേവിച്ചെടുക്കാം കേട്ടോ. അപ്പോൾ ഞാൻ ഇത് വേവിക്കാൻ വേണ്ടി ഇതിലോട്ട് ഇട്ട് കൊടുക്കുന്നത് ലേശം മഞ്ഞൾപ്പൊടിയും ഉപ്പുമാണ് കേട്ടോ. പിന്നെ കുറച്ച് കുരുമുളക് പൊടിയും കൂടെ ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇനി നമുക്കിതിലോട്ട് ലേശം വെള്ളം കൂടി ഒഴിച്ച് കൊടുക്കാം കേട്ടോ. ഈ വേവാൻ ആവശ്യമായിട്ടുള്ള വെള്ളം കൂടെ നമുക്കൊന്നുകൊണ്ട് ഒഴിച്ച് കൊടുക്കാം. അപ്പോൾ ഞാൻ നേരത്തെ ഇതിലോട്ട് വെളുത്തുള്ളി ഇഞ്ചി പേസ്റ്റ് ഇടാൻ മറന്നിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഞാൻ വീണ്ടും കുക്കറിൻ്റെ മൂടി തുറന്ന് വെളുത്തുള്ളി ഇഞ്ചി പേസ്റ്റ് ഇട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ. ഇനി നമുക്ക് അത് അവിടെ കിടന്നൊന്ന് വേവട്ടെ. അപ്പോഴേക്കും നമുക്കിതിലോട്ട് മസാലയ്ക്ക് വേണ്ട സവാളയൊക്കെ ഒന്ന് കട്ട് ചെയ്തെടുക്കണം. അപ്പോൾ സവാള നന്നായി വഴന്നതിലോട്ട് ഞാൻ തക്കാളി ഇട്ട് കൊടുത്തിട്ടുണ്ട്. പച്ചമുളകും വെളുത്തുള്ളി ഇഞ്ചി പേസ്റ്റൊക്കെ ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി മഞ്ഞൾപ്പൊടി അതുപോലെ ഗരം മസാലയും കൂടെ ഇട്ട് കൊടുക്കുന്നത്. അപ്പോൾ മസാലയൊക്കെ നന്നായിട്ട് റെഡി ആയിട്ടുണ്ട്. അതിലോട്ട് ലേശം തൈരും കൂടെ ഒന്ന് ഒഴിച്ച് കൊടുക്കുന്നുണ്ട് കേട്ടോ. ഈ ഒരു സമയത്ത് ഉപ്പ് പാകമാണെന്ന് നോക്കിയിട്ട് ലേശം ഉപ്പും കൂടെ ഇട്ട് കൊടുക്കാം. അപ്പോൾ വേവിച്ചെടുത്ത മട്ടൻ ഞാൻ ഇതിലോട്ട് ഇട്ട് കൊടുക്കുകയാണ് കേട്ടോ. അതിൻ്റെ ആ വെള്ളം കൂടെ കൂടിയിട്ട് വേണം ഇട്ട് കൊടുക്കാൻ കേട്ടോ. ഇനിയിപ്പോൾ ഞാൻ ലേശം നെയ്യ് ഒഴിച്ചതിലോട്ട് മല്ലിച്ചപ്പും കറാമ്പൂവും ഏലക്കായൊക്കെ ഒന്നിട്ടിട്ട് ഒന്നിട്ട് വഴറ്റിയെടുക്കുന്നുണ്ട് കേട്ടോ. കാരണം നമുക്ക് ചോറ് ലെയർ ചെയ്യുമ്പോൾ നമുക്ക് അതിൻ്റെ മുകളിലോട്ട് ഇങ്ങനെ സ്പ്രെഡ് ചെയ്തിടുമ്പോൾ കുറച്ചും കൂടി സ്മെല്ല് നമ്മളെ ചോറിന് പ്രത്യേക ഫ്ലേവർ കിട്ടും കേട്ടോ. ഇനിയിപ്പോൾ നമ്മൾ മസാല പാത്രത്തിലോട്ട് ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഈ ഒരു സമയത്ത് തീ കത്തിക്കണം കേട്ടോ. ഇനി നമുക്ക് ചോറ് ദമ്മിടാനുള്ളതല്ലേ, നമുക്ക് ചോറ് ഇങ്ങനെ ഓരോ ലെയറായിട്ട് അങ്ങനെ ഇട്ട് കൊടുക്കാം കേട്ടോ. അപ്പോൾ ചൂടോടുക്കെ നമ്മളെ ബിരിയാണി നമുക്കിനി സെർവ് ചെയ്യാം അല്ലേ. നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നുണ്ട്. അതുപോലെ തന്നെ നല്ല സ്മെല്ലും ഒക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടമായി എന്ന് വിചാരിക്കുന്നു. വീഡിയോ കണ്ടിട്ട് നിങ്ങളുടെ അഭിപ്രായം എന്താണെന്ന് വെച്ചാൽ എന്തായാലും താഴെ കമൻറ്റായി അറിയിക്കാം കേട്ടോ. പിന്നെ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യാൻ മറക്കരുത്. താങ്ക് യു ഫോർ വാച്ചിങ്.